നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് വെക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥ ഈ ലോകവുമായിട്ട് നമ്മൾ കൈമാറുന്നത് സംഭാഷണത്തിലൂടെയാണ്. സംഭാഷണം എന്ന് പറയുമ്പോൾ വാചകങ്ങൾ മാത്രമല്ല, ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനോഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഫെയ്ത്ത് എന്താണ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്റൻഷൻ എന്താണ്? ഇപ്പൊ ലാലാജി മഹാരാജ് പറയുന്നു, ആരെയും വേദനിപ്പിക്കണം എന്നുള്ള ഇന്റൻഷനും കൂടിയും പാടില്ല. വളരെ ഡീപ്പായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഹിംസ എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കരുത്, വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, ചിന്തകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. പക്ഷെ അതിനേക്കാളും ഉപരി ഇന്റൻഷൻ തന്നെ പാടില്ല. നമ്മുടെ ക്രീഡാവണം അഹിംസ എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷത അഹിംസയായിരിക്കണം. സ്വർഗരാജ്യത്തില് റൈറ്റർ വേൾഡിലുള്ള സ്വഭാവം അഹിംസയാണ്. അതായിരിക്കണം നമ്മുടെ നേച്ചർ തന്നെ. ഇന്റൻഷൻ തന്നെ ഇല്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ചിന്ത വരുമ്പോൾ, ഹിംസാത്മകമായിട്ടുള്ള ചിന്ത വരുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പാടില്ല, കറക്റ്റ് ചെയ്യും. അതുപോലെ വാക്കുകൾ വരുമ്പോൾ അത് ശരിയല്ല എന്ന് തീരുമാനിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യും. നേരെ മറിച്ചിട്ട് അഹിംസ നമ്മുടെ ഇന്റൻഷൻ തന്നെയാണ്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ കറക്ഷന്റെ ആവശ്യമില്ല. അതാണ് പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു തരത്തിലും പ്രൈഡ് ഇല്ലാത്ത ഒരാള്, അഹംബോധമില്ലാത്ത ഒരാള്, പൂർണ്ണമായിട്ടും ടോളറന്റ് ആയിട്ടൊരാള്, അഹിംസാത്മകമായി പെരുമാറുന്ന ഒരാൾ, വിനയം,
സ്വഭാവമായിട്ട് മാറില്ല. അതാണ് യഥാർത്ഥ ജ്ഞാനി. അതായത് അവരുടെ സ്വഭാവമാണ് സത്യസന്ധത, സ്വഭാവമാണ് വിനയം, സ്വഭാവമാണ് അഹിംസ. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ സ്നേഹമാണ് സ്വഭാവം എന്ന് വരുന്നു. സ്നേഹമാണ് ഈശ്വരന്റെ സ്വഭാവം. വേറൊന്നും അവിടെ പ്രവേശിക്കില്ല. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്കഷന്റെ ആവശ്യമില്ല. അങ്ങനെ സ്നേഹം ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ആലോചിച്ചു നോക്കും. ഒന്നും ആരോടും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാവരെയും അറിയാം. കാരണം എല്ലാവരും ഫൗണ്ടേഷൻ ഒന്നാണ്. നമ്മൾക്കിപ്പോ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പലരും പല ലെവൽസിലാണ് നിൽക്കുന്നത്. പല പല വിശ്വാസങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, ബിലീഫ് സിസ്റ്റംസ്. അതുകൊണ്ട് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവും. ഒരാൾ പറയുന്നത് മറ്റയാൾക്ക് മനസ്സിലാവുന്നില്ല, ചിന്തിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ പൂർണ്ണ ബോധം വന്നിട്ടില്ല. ചിലപ്പോൾ പറഞ്ഞാലും കേട്ടാലും ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർ എത്രയോ പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു, മാറില്ല, തലയാട്ടും, പക്ഷേ ചെയ്യില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ശരിയാണെന്ന് മനസ്സിലായി പക്ഷെ ചെയ്യാൻ പറ്റാത്ത വേറൊരു ഗ്രൂപ്പുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന് നമുക്ക് അനിമൽ ടൈപ്പ് എന്ന് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്ര ട്രെയിൻ ചെയ്താലും പിന്നെയും അത് തന്നെ. അഴകിയ രാവണൻ എന്നുള്ളൊരു സിനിമയുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയാണ്. അതില് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോണം മമ്മൂട്ടി. അപ്പൊ അതില് സംഗീത സംവിധാനം ചെയ്യാൻ കുഞ്ചനാ തോന്നുന്നു ഒരു ഡയറക്ടർ വിളിക്കുകയാണ്. അപ്പൊ മ്യൂസിക് ഇടാൻ പറയുമ്പോ കുഞ്ചൻ പറയാണ് ഇങ്ങനെ മ്യൂസിക് പറയും. അപ്പോ ഈ മമ്മൂട്ടി പറയും, അത് ശരിയല്ല, ഞാനൊരു മ്യൂസിക് പറയാം, ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറയും. പിന്നെ ഹാർമോണിയം എടുത്ത് പോയി കുഞ്ചൻ എന്താ ഇതെന്നെ പറയും. ഞങ്ങൾ തമാശക്ക് പറയാൻ തന്നനാനിൽ തന്നെ നിൽക്കുകയാണ്. അതായത് മാറ്റല്ലേ, എത്ര പറഞ്ഞാലും പിന്നെ അത് തന്നെ, അതേ ശ്രുതി തന്നെ, അതേ താളം തന്നെ. ഒന്നും മാറാൻ പറ്റുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റില്ല, ട്രെയിൻ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മനുഷ്യരുണ്ട്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പോയി ഇട്ടാലും മാറില്ല. മുല്ല പൂങ്കൊടി ഏറ്റ് കിടക്കും കല്ലിനുണ്ടാകും ഒരു സൗരഭ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സൗരഭ്യം കുറച്ചു നേരം നിൽക്കും, പക്ഷെ പിന്നെ പഴയ തന്നെ, മാറില്ല. അത്രയും ശില പോലെ ആയിട്ടുണ്ട്. ബാബുജി മഹാരാജ് പറഞ്ഞു സ്റ്റോൺ ലൈക്ക്, ചേഞ്ച് ഇല്ല. ചിലരത് കേൾക്കാൻ തയ്യാറാവുന്നു, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുന്നു. അവർക്ക് മനസ്സിലായി ഇതാണ് ശരി എന്ന് മനസ്സിലായി, പക്ഷെ അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചാരിജി മഹാരാജ് പറഞ്ഞു അവരെ വീണ്ടും കൊണ്ടുവരും, ട്രൈ, അവരെ ശ്രമിക്കും, അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു സ്പിരിച്വൽ പാത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നു. മാറണമെന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാത്ത് ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആളെ ശരിക്കും ആസ്പയർ ചെയ്യുന്നുള്ളൂ നന്നാവാനായിട്ട്. അല്ലെങ്കിൽ അവർ ആസ്പയർ ചെയ്യുന്നില്ല. നന്നാവും എന്നൊക്കെ പറയും, പക്ഷെ മാറാൻ തയ്യാറാവുന്നില്ല. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യാതെ, ശുദ്ധീകരണം നടത്താതെ, സത്സംഗങ്ങളിൽ പങ്കെടുക്കാതെ ഒരാൾ മാറും എന്നുള്ളത് നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. വായിച്ചുകൊണ്ടൊന്നും മാറില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തൊന്നും മാറില്ല. അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്വന്തം ഒബ്സർവ് ചെയ്യുക, ഡയറി റെക്കോർഡിങ് ചെയ്യുക, മാറാൻ തയ്യാറാവുക, ലിസൺ ചെയ്യാൻ തയ്യാറാവുക, അങ്ങനെയാളാണ് ശരിക്കും മാറ്റത്തിൽ വരുന്നത്, മാറുന്നത്. നമ്മൾ സഹജമാർഗത്തിൽ വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കാണാം. മനസ്സിലായി, അവർ കറക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ സ്പിരിച്വൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ഇന്റലിജൻസോട് മനസ്സിലായി, പക്ഷെ മാറാൻ തയ്യാറായിട്ട്. അപ്പോ ലാലാജി മഹാരാജ് പറയുന്ന ഈഗോ ഇടപെടാത്ത പോലെ ആവണം, പ്രൈഡ് ഒരു തരത്തിലുണ്ടാവരുത്, അത്രയും വിനയാൻവിതരാവണം. അതായത് ഈഗോ ഇല്ല അവിടെ, അപ്പോഴേ ആ അഹിംസ പ്രകടമാവുള്ളൂ, സ്നേഹം പ്രകടമാവുള്ളൂ. നമുക്ക് ഹേർട്ട് ചെയ്യണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും ഈഗോ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മാറാൻ തയ്യാറല്ല, അതുകൊണ്ടാണ് ഭയം, അതുകൊണ്ടാണ് ക്രോധം, ദേഷ്യം വരുന്നത് പലപ്പോഴും ഭയം കൊണ്ടാണ്, പേടി കൊണ്ടാണ്. എന്നെ ആരോ മാറ്റാൻ ശ്രമിക്കുന്നു, എനിക്ക് മാറണ്ട. അപ്പോ ഈഗോ ഇടപെടാത്ത ഒരു സ്റ്റേജിൽ ഇന്റൻഷൻ, ആ ഒരു ഇന്റൻഷനിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പൊ ആ ഇന്റൻഷൻ വരുമ്പോൾ അറിയാതെ തന്നെ അവിടെ വരുന്നത് ദൈവവചനങ്ങളായി മാറും. അതിനാണ് വേദം എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണോ അവിടുന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ നൽകുന്നു. അതിനാണ് വേദം എന്ന് പറയുന്നത്. പഠിക്കുന്നതല്ല വേദം. ഈ തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വായന്ന് പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിൽ
വേദം. അത് അങ്ങനെയുള്ള വാക്കുകൾ എല്ലാവർക്കും ഗുണം നൽകുന്നതായിരിക്കും. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനാണ് ഹാർട്ട്ഫുൾനെസ് അജ്മാർ സിസ്റ്റം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.